हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 9-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. മച്ചിത്താ മദ്ഗത പ്രാണാ ബോധയന്ത പരസ്പരം കഥയന്ത ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. മലയാളം: ചിത്തമെന്നിൽ പ്രാണനെന്നിൽ ബോധമെന്നെ കുറിച്ചു താൻ കഥിപ്പതെന്നെത്താൻ എന്നായാൽ തുഷ്ടരാകും രമിച്ചിടും. മച്ചിത്താഹ എന്നിൽ ചിത്തമുറപ്പിച്ച്, മദ്ഗതാ പ്രാണാഹ പ്രാണങ്ങളെ എന്നിൽ ചേർത്ത് നിർത്തി, അതായത് ഇന്ദ്രിയങ്ങൾ, മദ്ഗത പ്രാണ എന്നുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയവൃത്തികളെല്ലാതും എനിക്ക് തന്നെ അർപ്പിച്ച്, പരസ്പരം എന്നെപ്പറ്റി തന്നെ ബോധയന്തഃ ബോധിപ്പിച്ചുകൊണ്ടും കഥയന്തഃ ച പ്രകീർത്തിച്ചുകൊണ്ടും നിത്യം തുഷ്യന്തി ച അവർ എപ്പോഴും സന്തോഷിച്ച് രമന്തി ച രമിച്ചുകൊണ്ടിരിക്കുന്നു. 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, സമഷ്ടിയിലൂടെ ഈശ്വരനായിട്ടും വൃഷ്ടിയിലൂടെ ജീവനായിട്ടും പ്രകാശിക്കുന്ന പരമാത്മാവ് തന്നെയാണ് താൻ എന്ന അനുഭൂതി കൈവരുമ്പോൾ മാത്രമേ ഭക്തൻ്റെ ഭക്തി പൂർണ്ണമാകുന്നുള്ളൂ എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ പരമാത്മാനുഭൂതിയിൽ ഒരു സാധകൻ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. മച്ചിത്താഹ എന്നിൽ തന്നെ ചിത്തമുറപ്പിക്കണം. മറ്റു കാര്യങ്ങളിലൊന്നും ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും എന്നിൽ ചിത്തമുറപ്പിക്കണം. കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്നെപ്പറ്റി മാത്രം, അതായത് എന്നിൽ തന്നെ ചിത്തം ഉറപ്പിക്കണം. പ്രാണങ്ങളെ എന്നിൽ ചേർത്ത് നിർത്തണം. അപ്പോൾ മനസ്സിന് പല പല ചിന്തകളാണല്ലോ എപ്പോഴും, അല്ലേ? മനസ്സ് ചിന്തിക്കാതിരിക്കുന്ന സമയമേ ഇല്ല. അപ്പം എങ്ങനെ എല്ലാറ്റിലേക്കും ചിന്ത ഉണ്ടായ, നമ്മളെന്നും പറയുന്ന പോലെ നാമം ചൊല്ലുമ്പോൾ മറ്റു 10 കാര്യങ്ങൾ നമ്മുടെ തലയിൽ വന്നാൽ അവിടെ ഏകാഗ്രതയില്ല. ഭഗവാനെ സ്മരിക്കുന്നുണ്ട്, ഭഗവാന് വേണ്ടി സഹസ്രനാമം ചൊല്ലുന്നുണ്ട്, നാരായണീയം ചൊല്ലുന്നുണ്ട്, ഗീത വായിക്കുന്നുണ്ട്, പക്ഷേ ഏകാഗ്രതയില്ല. അപ്പോൾ ഏകാഗ്രതയ്ക്കൊരു തടസ്സം നേരിടുന്നു. അങ്ങനെ അല്ലാതെ എപ്പോഴും എന്നെ തന്നെ ചിന്തിച്ച് എന്നിൽ അർപ്പിക്കണം, എന്നിൽ ചിത്തമുറപ്പിച്ച് എല്ലാ ഈശ്വരനിലും ജീവനിലും ഒക്കെ ഉള്ള സത്ത ഒന്നു തന്നെയാണ് എന്ന ബോധം വരുത്തണം. അപ്പോൾ എന്തെല്ലാം വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാലും ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണ്? സാക്ഷാൽ ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ചിത്തമൂന്നി നിൽക്കണം എന്ന് പറയുന്നത്. എല്ലാം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെല്ലാം നടക്കണം, പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലാരാണ്? ഇതെല്ലാം തരുന്നതാരാണ്? അല്ലെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നതാരാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഇനി മദ്ഗത പ്രാണാഹ, അവിടെ പ്രാണശബ്ദം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് പുറത്തേക്ക് പോകുന്നതും ബാഹ്യലോകം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ ആയിട്ടുള്ള കവാടങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന്. അപ്പോൾ വിഷയലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനോ അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒന്നും ഭഗവാൻ ഉപദേശിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കതിനോട്ട് സാധിക്കില്ല. നമുക്കത് കൂടുതലായി വരിക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് വിഷയവും അല്ലെങ്കിൽ ഏത് വസ്തുവിനെ ആയാലും അതിനെ കാണുമ്പോൾ അതിനെ പ്രകാശിപ്പിക്കുന്ന ശാശ്വതമായ ഒരു സത്വമുണ്ടല്ലോ, ബോധസത്വം. അതാരാണ്? അത് സാക്ഷാൽ എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് സാധനങ്ങൾ കാണുമ്പോഴും, എന്ത് പ്രവൃത്തി നമ്മൾ ആചരിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഭഗവാൻ തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന ഒരു ഓർമ്മ വേണം.
അപ്പോൾ ആ ബോധസത്ത എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നമ്മളുടെ വിചാരങ്ങളെ കൺട്രോൾ ചെയ്ത് പരിശീലിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ബോധയന്തഃ, ഒരു വിഷയത്തിൽ നമ്മൾക്കിപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് വിട്ട് നിൽക്കണമെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് ഇൻട്രസ്റ്റ് വരണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ താല്പര്യം വന്നു കഴിഞ്ഞു, ഭഗവാനോടുള്ള അടുപ്പം, ഭഗവാനോടുള്ള പ്രേമം, ഭഗവാൻ ഭക്തി, ഭഗവാന്റെ പരമപദം പ്രാപിക്കലാണ് എൻ്റെ ലക്ഷ്യം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതേ വിഷയത്തിൽ താല്പര്യമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. അവരുമായിട്ട് സത്സംഗം നടത്തുന്നു, അല്ലെങ്കിൽ അവരെ കൂട്ടുകാരാക്കുന്നു, അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. പല പല ആശയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവരുടെ അഭിപ്രായം കൂടെ കിട്ടുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്കറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നു, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ചർച്ച. അപ്പോൾ അങ്ങനെ പരസ്പരം ബോധയന്തഃ, ഒരേ വിഷയത്തിൽ, ഈ വിഷയത്തെപ്പറ്റി, പല അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളല്ല, കാരണം നമ്മുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിനെപ്പറ്റി ഉള്ള ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുക. തുഷ്യന്തിച്ച രമന്തിച്ച, അങ്ങനെ കഴിഞ്ഞാൽ മനസ്സോ ഇന്ദ്രിയങ്ങളോ എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ, അതൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. കാരണം എന്താണ്, ഇവിടെ എൻ്റെ ജോലി ഇപ്പോൾ തൽക്കാലം ഭഗവാനെപ്പറ്റി ചിന്തിക്കലാണ്. അപ്പോൾ ഭഗവാനെ പറ്റിയിട്ടുള്ള എന്തും, കീർത്തനങ്ങളായാലും കഥകളായാലും പ്രഭാഷണങ്ങളായാലും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ എനിക്ക് അതേ വിഷയത്തിൽ താല്പര്യമുള്ളവരെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, എപ്പോഴും ഇതിനെ പറ്റി മാത്രം പരസ്പരം ചർച്ച ചെയ്യും. അതാണ് പ്രകീർത്തിച്ചുകൊണ്ട്, ബോധിപ്പിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും എന്നാണ്. എന്നെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഏത് ദുഃഖാവസ്ഥ അല്ലെങ്കിൽ ദുർഘടമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെയും നമ്മൾ ഒരു ആനന്ദമാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഒരാളുണ്ട്. എത്ര ദുഃഖം വന്നോട്ടെ, അല്ലെങ്കിൽ എത്ര ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും, പക്ഷേ ആ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണല്ലോ നമ്മൾ അയ്യപ്പ ദർശനത്തിന് പോകുന്നത്. അതേപോലെ ആ പാതകളൊക്കെ താണ്ടി എല്ലാവരും തന്നെ അവിടെ പോയി ഒരുവിധം സുരക്ഷിതരായിട്ട് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പാതയിലൂടെ പോകുമ്പോഴും നമുക്ക് പേടിക്കാനില്ല, നമ്മുടെ കൈ പിടിക്കാനായിട്ട് സാക്ഷാൽ ഭഗവാൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വിവേകത്തിൻ്റെയും പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷം വരുന്നു, ആനന്ദം കൈവരുന്നു. ഇതെന്തായാലും വന്നിരിക്കും നിങ്ങൾക്ക് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരു വ്യക്തിയാണ്, എനിക്ക് വേണ്ടി എൻ്റേത് ഞാൻ എന്നുള്ള അഹങ്കാരം അല്ലെങ്കിൽ ആ തോന്നൽ നമ്മൾ മാറ്റിയെടുക്കണം. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഭഗവാന്റെ അംശമാണ്. നമുക്കൊരാളോട് കടുത്ത ദേഷ്യം വരികയാണ്. അപ്പം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഉടനെ തന്നെ ആലോചിക്കുക, ഞാൻ ഭഗവാനാണ്, ഭഗവാൻ ദേഷ്യപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനൊരു വികാരം ഭഗവാനില്ല ആരോടും. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടരുത്, മറ്റുള്ളവരോട് ദേഷ്യപ്പെടരുത്. എനിക്കൊരു അമിതമായിട്ടുള്ള ആഗ്രഹം വരികയാണ്, എന്തായാലും നടത്തി തരേണ്ട ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹത്തെ മാറ്റി ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതല്ല നിൻ്റെ ലക്ഷ്യം, ഈശ്വരപ്രാപ്തിയാണല്ലോ ലക്ഷ്യം. അതാണ് നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അസന്തുഷ്ടനായിട്ടും എല്ലാ കാര്യങ്ങളിലും, ചിലർക്ക് അങ്ങനെയല്ല, എന്ത് കാര്യത്തിലും ഒരു സന്തുഷ്ടി ഉണ്ടാവില്ല. അതെന്ത് തന്നെ ആയിക്കോട്ടെ, എത്ര തന്നെ കിട്ടിക്കോട്ടെ, അപ്പോഴും മുഖം ഒരു ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷം, എനിക്കിത്രേ കിട്ടിയുള്ളൂ എന്നേ ചിന്തിക്കുള്ളൂ, എനിക്കിത്ര കിട്ടിയില്ലേ എന്നല്ല ചിന്തിക്കുക. അപ്പോൾ അവിടെ അസന്തുഷ്ടിയായി. ആ അസന്തുഷ്ടി വന്നു കഴിഞ്ഞാൽ വിഷാദമുഖനായിട്ടാണ് അയാൾ ജീവിക്കുക. അങ്ങനെയുള്ളവർക്കൊന്നും എന്ത് പറ്റില്ല, ഈ ബ്രഹ്മപദം പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഞാൻ ബുദ്ധിയോഗം കൊടുക്കാനും പോകുന്നില്ല. എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ച്
എന്നെപ്പറ്റി പ്രകീർത്തിച്ച് എന്നെ ബോധിച്ച് എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും തന്നെ വളരെ സന്തോഷത്തോടു കൂടി രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 10ാമത്തെ ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തി തേ. മലയാളം. സന്തുഷ്ടരായി ഭജിച്ചിടും ശാന്തരാം യോഗികൾ കഹോ, എന്നിൽ തന്നെ ലയിക്കുന്ന ബുദ്ധിയോഗമണഞ്ഞിടാം. സതതയുക്താനാം, നേരത്തെ പറഞ്ഞ പോലെ സദാ എന്നിൽ ചിത്തമുറപ്പിച്ച് ജീവിക്കുന്ന സാധകരെ പ്രീതിപൂർവകം. എങ്ങനെയാണ് ചിത്തമുറപ്പിക്കേണ്ടത്? പരമപ്രേമത്തോടു കൂടി വേണം. എന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, അതായത് എല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിച്ച്. ഭജതാം തേഷാം, അങ്ങനെ എന്നെ ഭജിക്കുന്നവർക്ക് ഏനത്തെ മാം ഉപയാന്തി, എന്നെ പ്രാപിക്കുന്നതിനാവശ്യമായ തം ബുദ്ധിയോഗം ദദാമി, ബുദ്ധിയോഗത്തെ ഞാൻ കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞു, അസന്തുഷ്ടമായിട്ടുള്ള മനസ്സും വിഷാദമോഹനുമായിട്ടുള്ള സാധകന് ബ്രഹ്മാനുഭൂതിയുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റില്ല. പക്ഷേ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ സദാ എന്നിൽ ചിത്തമുറപ്പിച്ച് മദ്ഗതപ്രാണ എന്നാണ് പറഞ്ഞത് അല്ലേ? മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം എന്നാണ്. അങ്ങനെ എന്നിൽ ചിത്തമുറപ്പിച്ച് ജീവിക്കുന്ന സാധകർക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കും. നമ്മൾക്ക് ആഗ്രഹത്തിന് സാഫല്യമല്ലേ വേണ്ടത്? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള ഫലം കിട്ടും. പക്ഷേ നമ്മൾ സാധാരണ ലൗകികന്മാരായിട്ടുള്ള ആൾക്കാർ ആഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ എനിക്ക് ലോട്ടറി കിട്ടുമോ, അല്ലെങ്കിൽ നാളെ എനിക്ക് വളരെ നല്ലൊരു ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉടനെ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ തീവ്രമായ പരിശ്രമം അല്ലെങ്കിൽ തീവ്രമായ ഭക്തിയുടെ പാരമ്യത്തിലെത്തുമ്പോൾ ചിലപ്പോൾ സാധിച്ചു എന്നും വരാം. അതല്ല ഇത്. ഇവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഭഗവാൻ പറയാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഭജിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കുന്നതിനാവശ്യമായ ബുദ്ധിയോഗത്തെ ഞാൻ കൊടുക്കുന്നു. അവർക്ക് എന്നിലേക്ക് എത്തലാണ് ലക്ഷ്യം, വേറെ ഒരു ലക്ഷ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഞാൻ സഹായിക്കാം. അപ്പം എന്താണ് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ സാധകന്മാരായിട്ട് അവർക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയമാണ്. അപ്പോൾ അത് സംശയിക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും അവർക്ക് ബുദ്ധിയോഗം ദദാമി, ബുദ്ധിയോഗം കൊടുക്കും. അപ്പോൾ നമ്മളോട് വിഷയവികാരങ്ങളുടെ ലോകത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ പിൻവാങ്ങുകയാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഒരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ അധ്യായത്തിലാണോ അതിന് മുന്നത്തെ അധ്യായത്തിലാണോ എന്ന് ഓർമ്മയില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ നിന്ന് നമ്മൾ പിൻവാങ്ങണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു പിടിവള്ളി വേണം. നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു താങ്ങ്, ഒരു കുറ്റി വേണം. നമുക്ക് അതിൽ ബലമായി പിടിച്ചെങ്കിലേ ഇതിൽ നിന്ന് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പിടിവള്ളി എന്താണ് നമുക്ക് സുഖം കിട്ടുകയും വേണം. എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലേ, എപ്പോഴും സുഖമായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ഒരു പാതയിലൂടെ നിങ്ങൾ പോയി നോക്കൂ. പരമാനന്ദ പ്രാപ്തി, അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കൂ, എന്നിൽ എപ്പോഴും ചിത്തമുറപ്പിച്ച് എന്നെ തന്നെ ചിന്തിക്കൂ. അപ്പം നമുക്കൊരാനന്ദം കൈവരും. മുന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റേതിൽ നിന്ന് മെല്ലെ മെല്ലെ നമുക്ക് ഒഴിയുകയും ചെയ്യാം. കാരണം ഈ ആനന്ദം ശാശ്വതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. മറ്റ് താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരാനന്ദമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആനന്ദത്തിൽ നമ്മളിങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ പറഞ്ഞ ഈ സംസാര ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ പല വികാരങ്ങൾക്ക് അടിമകളാണ്. അതെല്ലാം നമ്മൾക്ക് മെല്ലെ മെല്ലെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഈ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, അങ്ങനെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിയോഗം അങ്ങനെ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ നൽകുന്നു. അപ്പോൾ ബുദ്ധിയിൽ നമ്മൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതല്ല വേറൊന്നാണ് എന്ന് ഒരു ധാരണ വരണമെങ്കിൽ
ആദ്യമൊരു ധാരണയുണ്ട് ഒരാളെ പറ്റിയിട്ടായാലോ, നമുക്കല്ലേ സാധാരണ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാളെ പറ്റി അയാൾ ഇങ്ങനെയാണ്, ഇനി അയാൾ അങ്ങനെ അല്ല എന്ന ഒരു ധാരണ നമുക്ക് വരണമെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവ് വേണം. അതേപോലെ ഇവിടെ ബുദ്ധിയിലൊരിക്കൽ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ടുള്ള വേറൊരു ധാരണ വരുന്നവരെ നമ്മൾ ആദ്യത്തെ തന്നെ വിശ്വസിക്കും. അയാൾ ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന പോലെ ഈ കാര്യം തന്നെയാണ് സത്യം എന്ന് വിശ്വസിക്കും. അപ്പോൾ ധ്യാനയോഗമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ധ്യാനത്തിലൊക്കെ വളരെ പക്വത വന്ന ആൾക്കാർക്ക് എന്താണ് ബുദ്ധിയിലുണ്ടായിട്ടുള്ള ധാരണ? ഈ പരമാത്മ തത്വമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. ആ ധാരണ കൈവന്ന് കഴിഞ്ഞാൽ എളുപ്പമായി. ആ ധാരണയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു, വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുന്നു. മനസ്സിനെ നിശ്ചലമാക്കാൻ പറ്റും, മറ്റുള്ള വികാരവിചാരങ്ങളെയെല്ലാം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ബുദ്ധിയിലെ ഒരു മായ മാറിക്കിട്ടും. ബുദ്ധിയോഗം ഭഗവാൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ബുദ്ധിയോഗത്തിൻ്റെ ഒരു ഫലപ്രാപ്തി കൈവരുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഒരു കഴിവ് കൊണ്ടല്ല നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, അത് ഭഗവാൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണെങ്കിൽ അതിനുള്ള ഒരു അനുഭവം ഭഗവാൻ നമുക്ക് തരും. എനിക്ക് ഭഗവാനെ വേണം, എനിക്ക് ഭഗവാനെ മാത്രം മതി, ഇതായിരിക്കണം നമ്മുടെ വാശി വേണം മനുഷ്യനെ, അല്ലേ? ഇവിടെ വാശിയുണ്ട് സാധാരണ, അതൊക്കെ വെറുതെയുള്ള വാശികളാണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട വാശി ഇതാണ്. ഞാൻ എന്തായാലും എനിക്ക് ഭഗവാനെ വേണം, ഭഗവാൻ മാത്രം മതി. നമ്മളുടെ വാശി അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ അങ്ങനെ ബുദ്ധിയോഗം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഭഗവാനെ വേണമെന്ന ഉറപ്പോടുകൂടെ നമ്മൾ നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ എന്തായാലും സഹായിക്കും. നമ്മുടെ ലക്ഷ്യം നമ്മൾക്ക് മനസ്സിലാവുന്നു, ഭഗവാനും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ കൈ പിടിക്കാൻ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണോ.